ഹായ് ഓൾ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ലൈഫ് അട്രാക്ഷനിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ടെക്നിക്കായ ടെലിപ്പതിയെക്കുറിച്ചാണ്. ഈ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാം ഊർജ്ജമാണെന്ന് നമുക്കറിയാം. നമ്മുടെ മനസ്സിൽ ഒരാളെ വിളിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നു. മറ്റൊരാളുടെ വൈബ്രേഷനുമായി നമ്മുടെ ഫ്രീക്വൻസിയെ വിന്യസിക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് മറ്റൊരാളുമായി ടെലിപ്പതിയിലൂടെ ആശയവിനിമയം നടത്താൻ സാധിക്കും. അത് സത്യമായൊരു കാര്യമാണ്. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് നമ്മുടെ മെസ്സേജ് അയക്കുന്നതെന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇന്ന് നമ്മൾ അതാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ആദ്യമായി ടെലിപ്പതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുമായി ആത്മബന്ധമുള്ള ഒരു വ്യക്തിയായിരിക്കണം ടെലിപ്പതി ചെയ്യാനായി തിരഞ്ഞെടുക്കേണ്ടത്. തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ വെറുക്കുന്ന ഒരു വ്യക്തിയുമായി ടെലിപ്പതി പ്രവർത്തിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ആദ്യമായി നമ്മൾ സന്ദേശം അയക്കേണ്ട ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക. വളരെയധികം ശ്രദ്ധിച്ചു വേണം ആ വ്യക്തിയെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുമായി ആഴത്തിലുള്ള ഹൃദയബന്ധമുള്ള വ്യക്തിയായിരിക്കണം അത്. അതായത് നിങ്ങൾ അയക്കുന്ന ടെലിപ്പതിക് മെസ്സേജ് സ്വീകരിക്കാത്ത വിധത്തിലുള്ള ബന്ധം ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ യാതൊരു പരിചയമില്ലാത്തതോ നിങ്ങളുടെ ദേഷ്യമോ വെറുപ്പോ ഉള്ള ആർക്കോ നിങ്ങൾ ഈ മെസ്സേജ് അയച്ചാൽ അതിന് ഫലം ലഭിക്കാൻ ഒരുപാട് സമയമെടുത്തേക്കും. ചിലപ്പോൾ അത് നടന്നില്ലെന്നും വരാം. ടെലിപ്പതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ അയക്കുന്ന സന്ദേശത്തിന് വ്യക്തമായൊരു ഉദ്ദേശവും വ്യക്തതയും ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ മറ്റേ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കോളാണോ, സന്ദേശമാണോ, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം. ഇതിനായി എവിടെയെങ്കിലും സമാധാനത്തോടെ ഇരിക്കുക. നിങ്ങൾ ടെലിപ്പതിക് മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. കണ്ണടച്ച് പുഞ്ചിരിയോടെ ആ വ്യക്തിയുമായി ചെലവഴിച്ച നല്ല നിമിഷങ്ങൾ, രസകരമായ സംസാരങ്ങൾ, ഒരുമിച്ചുള്ള യാത്രകൾ, അയാൾ തന്ന സമ്മാനങ്ങൾ തുടങ്ങിയവയെല്ലാം ഓർത്തെടുക്കുക. ആ വ്യക്തി നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് തന്നെ നിങ്ങൾ മനസ്സിൽ ഫീലിംഗ് കൊടുക്കുക. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ ഫീലിങ്ങിൽ തന്നെയായിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് ആ കാര്യം ആ വ്യക്തിയോട് പറയുന്നതായി സങ്കല്പം എടുക്കുക. അതിനുശേഷം 4 or 5 തവണ യെസ് 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 എന്ന് പറയുക. ആ വ്യക്തിയുമായി ആശയവിനിമയം ചെയ്യാൻ സാധിച്ചതിന് ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം 24 മണിക്കൂറുകൾ കൊണ്ട് സംഭവിക്കും. ചിലർക്കിത് 2, 3, 4 ദിവസങ്ങൾ വരെ എടുക്കാം. എന്തായാലും നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ടെലിപ്പതി മെസ്സേജ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിരിക്കും. ആദ്യമായി ടെലിപ്പതി മെസ്സേജ് അയക്കാൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തി നിങ്ങളുമായി ആത്മബന്ധമുള്ള ആളായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതുവരെ കാണാത്ത വ്യക്തികളുമായൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാം. എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല സമയം രാത്രി കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് ഉടനെയാണ്. ഏത് സമയത്തായാലും ഇത് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക എന്നാണ് പരമപ്രധാനം. വിദൂരത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അയാളുടെ ചിന്തകളോ അനുഭവങ്ങളോ മറ്റൊരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ ലഭിക്കുന്ന പ്രോസസ്സാണ് ഈ മാജിക് ടെക്നിക്ക്. ഈ ലോകത്ത് നിലനിൽക്കുന്നതെല്ലാം ഊർജ്ജമാണെന്ന് നമുക്കറിയാം. നമ്മുടെ മനസ്സിൽ ഒരാളെ വിളിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നു. മറ്റൊരാളുടെ വൈബ്രേഷനുമായി നമ്മുടെ ഫ്രീക്വൻസിയെ വിന്യസിക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് മറ്റൊരാളുമായി ടെലിപ്പതിയിലൂടെ ആശയവിനിമയം നടത്താൻ സാധിക്കുന്നു. ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് ടെലിപ്പതിയിലും പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ആദ്യമായി ടെലിപ്പതിക് മെസ്സേജ് അയക്കാൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തി നിങ്ങളുമായി ആത്മബന്ധമുള്ള ആളായിരിക്കണമെന്നത് മറക്കരുത്. പൂർണ്ണ മനസ്സോടെ ടെലിപ്പതിക് മെസ്സേജ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം 24 മണിക്കൂറുകൾ കൊണ്ട് സംഭവിക്കുമെന്നുള്ളത് ഷുവറായ കാര്യമാണ്. ചിലർക്കിത് ഏതാനും ദിവസങ്ങൾ വരെ എടുത്തേക്കാം. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അത്ഭുതം തന്നെ നടത്തിയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.